വാവ്. അപ്പൊ ഇതാണ് 7-ാം വളവിലെ കുരിശൻ ചോട്. കൊള്ളാം, നല്ല വൈബുള്ള സ്ഥലം. അമീർ പറഞ്ഞു തന്ന സ്ഥലങ്ങളിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാണ്. ഇവിടെ വന്ന് ഇരിക്കുമ്പോ തന്നെ എനിക്കൊരു പ്രത്യേക വൈബ് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ടായിരിക്കും ആദ്യമായിട്ട് സ്വപ്നത്തിൽ വന്നപ്പോൾ ഈ സ്ഥലം തന്നെ അമീർ തിരഞ്ഞെടുത്തത് അല്ലേ? അങ്ങനെ ഒരു സ്വപ്നം കണ്ട കാര്യം എനിക്ക് ഓർമ്മയേ ഇല്ല. ആയിക്കോട്ടെ, എന്നെ നിങ്ങളുടെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ കൂടെ ഒന്ന് കൊണ്ടുപോകും പ്ലീസ്. നിങ്ങൾ അമീറിനെ അന്വേഷിച്ചു വന്ന ആളല്ലേ? അവിടെ എന്റെ എസ്റ്റേറ്റ് ബംഗ്ലാവില് അമീറിനെ സംബന്ധിക്കുന്നതായിട്ട് ഒന്നുമില്ല. സത്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ അവിടെ പോയിട്ട് എന്താണ് കാര്യം? ശരി, ഈ എസ്റ്റേറ്റ് ബംഗ്ലാവ് എന്ന് പറഞ്ഞപ്പോ ഏഞ്ചൽ എന്തിനാ പേടിച്ചത്? പേടിയോ? എനിക്കെന്ത് പേടി? നിങ്ങൾ അവിടെ വരുന്നോണ്ട് എനിക്കെന്താ പ്രശ്നം? ശരി, കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് അവിടെ മരുന്ന് പോയാലോ? ആ ബംഗ്ലാവ് പൊളിച്ചിട്ട് 10-15 വർഷമായി. ഇനി അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ? പൊളിച്ചാലെന്താ? It's there in your memories. Just recreate it. Yeah. ഇനി കണ്ടില്ലാന്ന് വേണ്ട. ഇതാണ് എന്റെ ഓർമ്മയിലുള്ള ഞങ്ങളുടെ പഴയ എസ്റ്റേറ്റ് ബംഗ്ലാവ്. ഏഞ്ചൽ ഇവിടെ എത്ര നാൾ താമസിച്ചിട്ടുണ്ട്? അധിക കാലമൊന്നുമില്ല, ഒരു 6-7 മാസം, അത്രേ ഉള്ളൂ. വണ്ടർഫുൾ. ഏതായാലും ഏഞ്ചലിനെ ഈ പ്ലേസുമായിട്ട് റിലേറ്റ് ചെയ്ത മെമ്മറീസ് വളരെ വളരെ സ്ട്രോങ് ആണ്, isn't it? അതെന്താ അങ്ങനെ തോന്നാൻ? എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഏഞ്ചൽ ഈ പ്ലേസ് റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, വിത്ത് മാക്സിമം ഡീറ്റെയിലിംഗ്. ബട്ട് ഏഞ്ചൽ ഇവിടെ എന്തൊക്കെ ഡീറ്റെയിലിംഗ് കൊണ്ടുവരാൻ ശ്രമിച്ചാലും ഏഞ്ചൽ എന്താണോ എന്നിൽ നിന്ന് ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിവിടെ മിസ്സിംഗ് ആണ്. ബ്രില്യന്റ് മൂവ് ഏഞ്ചൽ. ഞാൻ എന്ത് ഹൈഡ് ചെയ്തെന്നാ പറയണേ? ഏഞ്ചൽ, നമ്മളൊരു ഡ്രീമിലാണ്. ഇവിടെ നമ്മുടെ മനസ്സിനുണ്ടാവുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും വലിയ റിഫ്ലക്ഷൻസ് ഉണ്ടാക്കും. സോ ദർ ഇസ് നോ സ്പേസ് ടു ഫേക്ക് എനിത്തിങ്. എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ എന്ത് ഫേക്ക് ചെയ്തെന്നാ നിങ്ങൾ പറയുന്നേ? ഏഞ്ചൽ കഴിഞ്ഞ തവണ എനിക്ക് വേണ്ടി റീക്രിയേറ്റ് ചെയ്ത ഡ്രീമിൽ ഏഞ്ചലിന്റെ എസ്റ്റേറ്റ് ജീപ്പ് ഓടിച്ചിരുന്ന ഡ്രൈവറെ ഓർമ്മയുണ്ടോ? പിന്നെന്താ ഓർക്കാതെ? ബെന്നി ചേട്ടനല്ലേ? എനിക്ക് നന്നായിട്ട് അറിയുന്ന ആളാ. ഏഞ്ചൽ കാണിച്ചു തരുന്ന ദൃശ്യങ്ങളിലെ ആൾക്കാരെ ഞാൻ നേരിട്ട് പോയി കാണാറുണ്ട്, ജസ്റ്റ് ടു റീചെക്ക് വെദർ ഇറ്റ് ഹാപ്പൻഡ് ഓർ നോട്ട്. അങ്ങനെ ഞാൻ ബെന്നി ചേട്ടനെ പോയി കണ്ടിരുന്നു. വാട്ട്സ് എ സ്പെഷ്യൽ ഇൻ ഇറ്റ്? അതിൽ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല, പക്ഷെ പോരാൻ നേരം ബെന്നി ചേട്ടൻ എനിക്കൊരു ഗിഫ്റ്റ് തന്നു. ദാറ്റ് വാസ് സോ സ്പെഷ്യൽ ഫോർ മീ. എന്ത് ഗിഫ്റ്റ്? ഈ ബംഗ്ലാവിന്റെ മുറ്റത്ത് ഏഞ്ചലുമായിട്ട് നിൽക്കുന്ന ബെന്നി ചേട്ടന്റെ ഒരു പഴയ ഫോട്ടോ. പക്ഷെ ആ ഫോട്ടോയില് ഈ ബംഗ്ലാവ് ഒരു 2 സ്റ്റോറിഡ് മാൻഷനാണ്. ഏഞ്ചൽ ക്രിയേറ്റ് ചെയ്തതോ സിംഗിൾ സ്റ്റോറിഡ് മാൻഷൻ. ഒരു നില എന്താ വിഴുങ്ങിയോ? പറ ഏഞ്ചലെ. മുകളിലത്തെ ആ നിലയിലല്ലേ സ്വപ്നങ്ങൾ ക്യാൻവാസിലാക്കി ആ മുറി? അതിന് ഏഞ്ചലിനെ ഹൈഡ് ചെയ്യാനാവില്ല, ബിക്കോസ് യു ആർ തിങ്കിങ് അബൌട്ട് ഇറ്റ്. ഒരുപാട് സ്ട്രെയിൻ ചെയ്താൽ ഈ ഡ്രീം പെട്ടെന്ന് കൊളാപ്സ് ആയി പോകും. സോ പ്ലീസ് ഷോ മീ ദാറ്റ്. മഹേഷ്, എന്തിനാണ് ഇനി അതൊക്കെ കുത്തിപ്പൊക്കുന്നേ? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ?